ഹലോ, ജിഞ്ചൂസ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എല്ലാവരും സംസാരിക്കുന്നിടത്തേക്ക് വിക്രം വരുന്നതാണല്ലോ. തുടർന്ന് വിക്രമിനോട് കമല കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട വിക്രം വേദയെ ഏറെ ശകാരിക്കുന്നു, ദേഷ്യപ്പെടുന്നുമുണ്ട്. കമലയോട് വരെ വിക്രം വളരെ ദേഷ്യത്തോടെയാണ് പെരുമാറിയത്. വിക്രം പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവളെ പിന്നെയും താലി കെട്ടാനുള്ള സാഹചര്യത്തിലല്ല താനെന്നും അതിനുള്ള ക്യാഷ് മുടക്കാൻ തന്നെ കൊണ്ട് ആവില്ല എന്നും അത് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവാണ് വിക്രം. പിന്നീട് കാണിക്കുന്നത് ദേഷ്യം പിടിച്ചു നിൽക്കുന്ന വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന വേദയാണ്. വേദ വിക്രമിനോട് പറയുന്നുണ്ട് കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളാൻ. ഇത് കേട്ട വിക്രം വേദയോട് ദേഷ്യപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുധാകരനും കമലയും സംസാരിക്കുന്നതാണ്. സുധാകരന് അവരുടെ കല്യാണ ഒരുക്കങ്ങൾ ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നും അത് നടക്കരുത് എന്നും പറയാണ് കമലയോട്. കമല സുധാകരൻ്റെ മനസ്സ് മാറാനായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രീജയും വിശ്വനും സംസാരിക്കുന്നതാണ്. അവരും സംസാരിക്കുന്നത് വിക്രമിൻ്റെയും വേദയുടെയും കല്യാണക്കാര്യത്തെ കുറിച്ച് തന്നെയായിരുന്നു. വേദ വന്നതോടുകൂടിയാണ് വിക്രമിൻ്റെ സ്വഭാവങ്ങൾക്ക് ഏറെ മാറ്റമുണ്ടായതെന്നും ഇനിയും ആ മാറ്റം ഉണ്ടാകുമെന്നും പറയാണ് ശ്രീജ വിനായകനോട്. പിന്നീട് കാണിക്കുന്നത് അലക്കിക്കൊണ്ട് നിൽക്കുന്ന വേദയുടെ അടുത്തേക്ക് ജ്യൂസുമായി എത്തുന്ന നന്ദിനിയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.